പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ ഒരു വലിയ സ്നേഹവും ത്യാഗവും മനുഷ്യവംശത്തിൻ്റെ മേൽ ചൊരിഞ്ഞ വലിയ കരുണയും ഒക്കെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ അങ്ങയുടെ വലിയ സ്നേഹത്തെയും കരുണയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിമിഷമായിരിക്കുകയാണ്. ഈശോയെ, വചനത്തിൽ അങ്ങ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ 13 സങ്കീർത്തനം അതിൻ്റെ 6 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഈശോയെ, ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ അഭയമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുക. ഈ ഒരു നിമിഷം കർത്താവേ, വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ വചനത്തിൻ്റെ തലക്കെട്ട് തന്നെ ഭോഷനായ ധനികൻ എന്ന പേരിലാണ്. അതായത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പ് തന്നെ ശ്രവിക്കുവാനായി കടന്നു വന്ന എല്ലാ ശിഷ്യന്മാരോടും ജനത്തോടും എല്ലാം പറയുന്ന ഒരു ഉപമ പറയുകയാണ്. ഒരു ഭോഷനായ ധനികൻ്റെ ഉപമ പറയുകയാണ്. ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ അവനോട് പറഞ്ഞു: ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം. അപ്പോൾ അവനുമായുള്ളൊരു സംഭാഷണത്തിൽ നിന്നാണ് ഈ ഒരു ഉപമ രൂപപ്പെടുക. വീണ്ടും അനന്തരം അവനോട് പറഞ്ഞു: ജാഗരൂകരായിരിക്കുവൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പക്ഷെ ഒരു വലിയ ഒരു കാര്യം തൻ്റെ കൂടെ ആയിരുന്നവരെ പഠിപ്പിക്കുകയാണ്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ചിന്താഗതിയിലും മനോഭാവത്തിലുമുള്ള ഒരു കാര്യത്തെ തിരുത്താനായിട്ട് പരിശ്രമിക്കുകയാണ് വചനഭാഗം. പക്ഷെ പറയുകയാണ്, സമ്പത്ത് കൊണ്ട് മാത്രമല്ല, അത്യാഗ്രഹങ്ങളിൽ നിന്നൊക്കെ നീ അകന്നിരിക്കുക. ഈ സമ്പത്ത് കൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യജീവിതം ധന്യമാകും. ഇത് പഠിപ്പിക്കാനായിട്ട് ഈശ്വര ഉപമ പറയുകയാണ്. അവിടെയാണ് ഈ ഭോഷനായ ധനികൻ്റെ ഒരു ഉപമ പറയുക. അവിടെ ഈ കൃത്യമായിട്ട് പറയുന്നത്, ഈ ഒരു ധനികൻ്റെ ഒരു പ്രത്യേകത, അവൻ ഒത്തിരിയേറെ അധ്വാനിച്ച് ഒത്തിരിയേറെ കായ്ഫലങ്ങളൊക്കെ അവന് കിട്ടി, ധാന്യങ്ങൾ കിട്ടി. അവൻ പറയുന്ന കാര്യം, അതായത് എൻ്റെ ഇപ്പോഴുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ പൊളിച്ചതിലും വലുത് പണി, ഞാൻ ഇതിലും വലുത് പണി. എന്തിനു വേണ്ടി ഇത് പണിയുന്നത്? കാരണം ഇതിൽ കൂടുതൽ ഇനിയും ഉണ്ടാകും. ഇതിൽ കൂടുതലുണ്ടാകുമ്പോൾ അത് മുഴുവൻ ശേഖരിച്ച് വെച്ച് ഞാൻ തിന്നു കുടിച്ച് ആസ്വദിക്കാൻ പോകുകയാണ്. ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ അതിനു വേണ്ടിയാണ്. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വന്നിട്ട് അവൻ പറയുകയാണ്, ഇപ്പോഴുള്ള എൻ്റെ എല്ലാ ധാന്യപ്പുരകളും ഞാൻ പൊളിച്ച് പണിത് വലുതാക്കും, അവിടെ എല്ലാം ശേഖരിച്ചു വെക്കും. അവനെ നോക്കിയിട്ട് യേശു പറയാം, അവനെ യേശു വിളിക്കുന്ന പേരാണ് ഭോഷനായ ധനികൻ. കാശുണ്ട്, പക്ഷേ അവന് ബുദ്ധിയില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നതെന്ന് ഈശോ അവരോട് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. അതായത് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയാണ്. അതായത്
നാളെക്കുറിച്ചുള്ള ആകുലതകളിൽ എല്ലാം സംഭരിച്ചു വെക്കുക. അതിനുശേഷം ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിക്കും. സമ്പത്തുകൾ ആസ്വദിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ സുരുക്കൂട്ടി വച്ചിരിക്കുന്നത് സംഭരിക്കുന്നതിലും അല്ലെങ്കിൽ സന്തോഷിക്കുന്നത് മാത്രമല്ല കർത്താവ് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ് പക്ഷെ നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ വീണ്ടും ഈശോവർ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാണ്? ദൈവം ആ ഒരു ഭോഷനായ ധനികരോട് ചോദിക്കാൻ, അതായത് നിന്റെ ആത്മാവിനെ ഞാൻ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സമ്പത്തും നീ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ധാന്യമൊക്കെ ആരുടേതായിട്ട് മാറും? നീ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് നീ ചിന്തിക്കേണ്ടത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യജീവനെക്കുറിച്ചാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടോ? അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നീ എൻ്റെ കൂടെ എന്നും പറുദീസായിലായിരിക്കണമെന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതാണ് നിത്യജീവൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുന്നത്. ക്രൈസ്തവ ജീവിതം എപ്പോഴും നമ്മളെ നയിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്നതിലല്ല, മറിച്ച് നിത്യജീവൻ നേടണം. ഈശോ മനുഷ്യവംശത്തോട് ഇതുപോലെ കരുണ കാണിച്ചത് നമുക്ക് വീട് കിട്ടാനും ജോലി കിട്ടാനും അതുപോലെ മറ്റു ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയല്ല. ഈശോ ഇതുപോലെ വേദനകൾ സഹിച്ച് അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറാനായിട്ടുള്ള പ്രധാന കാരണം, അതായത് നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യമറിയണമെന്നുള്ളതാണ്. നമ്മളിൽ ആരും നശിച്ചു പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ മനോഭാവം നമ്മളവിടെ കാണും. അതായത് നമ്മളിൽ ആരും നശിച്ചു പോകാതെ നമ്മളെല്ലാം പാപം ചെയ്ത് മരണത്തിന് വിധിക്കപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ അവിടെ നമ്മളാരും നശിച്ചു പോകാതിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് നീ എൻ്റെ കൂടെ ആയിരിക്കണം. നീ എൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് ഞാൻ നിനക്ക് തരുന്നൊരു വലിയ സൗഭാഗ്യമാണ് നിത്യജീവൻ. എൻ്റെ കൂടെ ആയിരിക്കും. അതിനുവേണ്ടി ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച ദൈവത്തിൻ്റെ കരുണയുടെ പേരാണ് ഈശോ. തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് നൽകി ലോകത്തെ വീണ്ടെടുക്കുവാനും മനുഷ്യവംശത്തോട് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവന്ന അതല്ല ഈശോ. കരുണയുടെ ദൈവ കരുണയുടെ ഒരു വലിയ ഒരു കാര്യം കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിലൂടെ. പ്രിയപ്പെട്ടവർ, ഇത് നമ്മളത് വായിക്കുമ്പോഴും പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴും മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. 4 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം, അവിടെ കായേനും ആബേലും ദൈവത്തിന് കാഴ്ച സമർപ്പിക്കുന്നുണ്ട്. ആബേല് ഏറ്റവും നല്ല കാഴ്ച ദൈവത്തിന് സമർപ്പിക്കും. അതേസമയത്ത് കായേനാണെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കടമ നിർവഹിക്കുന്നത് പോലെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുകയാണ്. അതേസമയത്ത് ആബേലിൻ്റെ മനോഭാവം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കാഴ്ച അർപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചയായി സമർപ്പിക്കുന്ന ആബേലിനെ കാണാൻ പറ്റും. പക്ഷേ വചനം പറയുന്നത് ഈ കായേൻ്റെ ബലി ദൈവം സ്വീകരിക്കാത്തത് കൊണ്ട് കായൻ അതീവ കോപിഷ്ഠനായിട്ടാണ് ആബേലിനോട് പെരുമാറുക. അങ്ങനെ അവനെ അത് നയിക്കുന്നത് ഒരു കൊലപാതകത്തിലേക്കാണ്. ദൈവം കായേനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഇത്രമാത്രം ദേഷ്യപ്പെട്ടിരിക്കുന്നത്, കോപിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? ദൈവം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മനുഷ്യവംശത്തിന് ദൈവം നൽകുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം എന്ന് പറയുന്നത് ഈ പാപത്തെ നിന്റെ വാതിൽപ്പടിക്കൽ പാപം കാത്തു നിൽക്കുക, നിന്നെ ഗ്രസിക്കുവാനായിട്ട്, അതിനെ തോൽപ്പിക്കാനായിട്ടുള്ള എല്ലാ കഴിവും നിനക്ക് തന്നിട്ടുണ്ട്. നീ അതിനെ തോൽപ്പിക്കണം, നീ അതിനെ കീഴടക്കണമെന്നുള്ള ഒരു വലിയ ഉപദേശം ആരംഭത്തിൽ തന്നെ തരിക. പക്ഷേ ദൈവം നൽകിയ ഈ ഒരു ഉപദേശം അത് മറന്നുപോയ ഒരു ജനതയെ നമ്മൾ വചനത്തിലുടനീളം നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും കരുതലുമൊക്കെ ഇത്ര ശക്തമായി അനുഭവിച്ച ഒരു ജനതയാണ്. പക്ഷേ അവർ മറന്നുപോയൊരു കാര്യം, വീണ്ടും പാപത്തിലേക്ക് പോകാതെ
ദൈവത്തോട് ചേർന്നിരിക്കും. അങ്ങനെ അപ്രകാരം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ചാൽ പലപ്പോഴും ദൈവത്തെക്കാൾ അധികമായിട്ട് നമ്മൾ പാപത്തെ സ്നേഹിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വാഗൊണ്ടും അല്ലെങ്കിൽ ആ അതിരം കൊണ്ട് നമ്മൾ ഏറ്റുപറയും, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയെ നീ എന്നോട് കരുണ കാണിച്ചു, ഈശോയെ ഞാൻ നിന്നെ ശരണപ്പെടുന്നു എന്നുള്ള പറയും. പക്ഷേ അത് ഹൃദയം കൊണ്ട് ഏറ്റുപറയുവാനും അത് എൻ്റെ ജീവിതം കൊണ്ട് അത് ലോകത്തിന് വെളിപ്പെടുത്താനും പലപ്പോഴും എനിക്ക് സാധിക്കാറുണ്ട്. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ഇതുപോലെ അനുഭവിച്ചറിഞ്ഞിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം, നീയും കരുണയായിട്ട് മാറണം. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലും ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം, നീയും പോയി അതുപോലെ ചെയ്യുക. അതായത് നിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെ കെട്ടുകളിൽ നിന്നൊക്കെ മാറി നിൻ്റെ കൂടെ നിൻ്റെ സഹായം, നിൻ്റെ ആ ഒരു ഹെൽപ്പ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങും. നീ പോയി അതുപോലെ ചെയ്യും. അതൊരു വലിയ കരുണയുടെ ഒരു വലിയ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു ആരാധനയിൽ നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിനെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ ഇതുപോലെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നിൻ്റെ കരുണയുടെ മുഖങ്ങളാകുവാനും നീ പെരുമാറിയതുപോലെ കരുണയോടെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരോടും പെരുമാറുവാനും പാപത്തിൽ വീണു പോകാതെ നിന്നെ സ്നേഹിച്ച് നിന്നോട് ചേർന്ന് ജീവിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവം തരുന്ന ഓരോ ഉപദേശങ്ങളും അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരായി ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വചനത്തിൽ കേട്ടതുപോലെ ഘോഷനായ ധനികൻ്റെ മനോഭാവത്തിൽ നിന്ന് ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവത്തിലേക്ക് ഈ ലോകം നൽകുന്ന സമ്പത്തിനേക്കാൾ അധികമായി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കരുണയുള്ള കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മളെ അവൻ്റെ സ്വന്തമായിട്ട് മാറ്റും. നമ്മുടെ ഉറച്ച വിശ്വാസം അതാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ, മരണം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച്, കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.